41. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. 41 വായിച്ചു. എന്നാൽ അവർ സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. അഹരോനോട് ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക, ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ച് തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. ദൈവവും പിന്തിരിഞ്ഞു ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം ഹനവയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചു. നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലോക്കിന്റെ കൂടാരവും രേഫാൻ ദേവിന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബിലോണപ്പുറം പ്രവസിപ്പിക്കും എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അവരെ ഒരാള് പുറപ്പാട് 32 1 മുതൽ 5 വരെ. ഒരാള് 32 1 മുതൽ പുറപ്പാട് 32 1 മുതൽ 5 വരെ വായിക്കട്ടെ. എന്നാൽ മോശെ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പുരുഷനായ ഈ ദൈവമേ, സ്തോത്രം. സർവ്വസ്നായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഹല്ലേലൂയ. അങ്ങ് കർത്താവേ തന്ന ഹല്ലേലൂയ നല്ല വചനഭാഗത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനം ഹല്ലേലൂയ സകലതും ദൈവവിശ്വാസിയുമായതിനാൽ അത് ഞങ്ങളുടെ ശാസനത്തിനും ഗുണീകരണത്തിനും എല്ലാം ദൈവമേ പ്രയോജനമുള്ളതാണല്ലോ കർത്താവേ. ഹല്ലേലൂയ വചനം കേട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കറക്ഷൻസ് ചെയ്യുവാൻ, അത് ഇംപ്രൂവ് ചെയ്യുവാൻ, ഹല്ലേലൂയ മുന്നോട്ട് നടക്കേണ്ടതിന് ഹല്ലേലൂയ അത് ഞങ്ങൾക്ക് ഊർജ്ജമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ പരിശുദ്ധാത്മാവടിന്റെ നാമനോട് കൂടിയിരിക്കണം കർത്താവേ. പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഇത് പ്രസംഗിച്ചതനുസരിച്ച് ജീവിക്കുവാൻ എന്റെ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുവാൻ ഇടയാക്കണം. കൃപയെ കൂടിയിരിക്കണം. ഹല്ലേലൂയ അങ്ങ് കർത്താവെ അടിയന് വേണ്ടി സംസാരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ജനത്തിന് മന്നയാൽ നിറയ്ക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക സ്വദേശി ക്രിസ്തു നാമത്തിൽ തന്നെ. അപ്പോ ഈ ഭാഗമാണ് ഞാൻ വായിക്കാനായിട്ട് 1 മുതൽ 5 വരെ വായിച്ചില്ല. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് നമുക്ക് ഈ ഇസ്രായേൽ മക്കൾ ആരാധന കൊതിയന്മാരായിരുന്നു. പക്ഷെ കൊതി ശരിയായ ആരാധനയോടായിരുന്നോ എന്നതാണ് ഇതിനകത്ത് പ്രശ്നം. ഇപ്പം സ്തേഫാനോസിന്റെ ഒരു നെടുങ്കൻ പ്രസംഗമാണ്, മരണത്തിന് മുമ്പുള്ള ട്രൂത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രസംഗമാണ് അവിടെ നടക്കുന്നത്. അപ്പം അതിൽ നിന്ന് റെഫർ ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. എന്നാൽ മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടിയാണെന്നോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഈ മോശ പർവ്വതത്തില് ഒരു 40 ദിവസത്തേക്ക് പോയതാണ്. 40 ദിവസത്തേക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകൾ വായിക്കാനായിട്ട് പോയതാണ്. പുറപ്പാട് 15-ാം അധ്യായം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ആരാധന, ഫസ്റ്റ് ഒരു ആരാധന നടന്നിട്ടുണ്ട്. ഇപ്പൊ ഫറവോനെയും അവന്റെ ജനങ്ങളെയും അവന്റെ രതിപ്രവരന്മാരെയും എല്ലാം ചെങ്കടലിൽ മുക്കി താഴ്ത്തി കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. യുദ്ധമനുഷ്യനാകുന്ന യഹോവ, യുദ്ധവീരനാകുന്ന യഹോവ എന്നാകുന്നു അവന്റെ നാമം എന്നൊക്കെ പറഞ്ഞു കർത്താവിന്റെ നാമം എടുത്ത് ഒരുപാട് സ്തുതിച്ചു. അത് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് വെള്ളം കിട്ടാനില്ല, അതൊക്കെ അവർ കരഞ്ഞു തുടങ്ങി. അവസാനം ഈന്തപ്പനയും വെള്ളമെല്ലാം കിട്ടിക്കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത അധ്യായത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇറച്ചിയില്ലാത്തതിന് അവർ കരഞ്ഞു തുടങ്ങി. അവസാനം ഇറച്ചി കിട്ടി വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം വെള്ളത്തിന് കയ്പുണ്ടായിരുന്നു. അപ്പൊ അതിന് കരഞ്ഞു തുടങ്ങി. അപ്പൊ അതും കിട്ടി. ഇതിനുശേഷം ഇവര് സീനായി പർവ്വതത്തിൽ വരികയാണ്. സീനായി പർവ്വതത്തിൽ വന്നപ്പോൾ അപ്പോ ഈ 3 കാരണങ്ങൾ കൊണ്ട് അവർ കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് പരീക്ഷിക്കുന്നതിനൊപ്പം തന്നെ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ യേശുക്രിസ്തുവിനെ പരീക്ഷിച്ച ആ 3 പരീക്ഷകളിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ആദ്യം യഹോവ പറയുന്നു, ഞാൻ ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നത് നീ ധ്യാനിച്ചു കൊള്ളണം. ആവർത്തന പുസ്തകം 8-1 മുതൽ 3 പറയുന്നുണ്ട്. അപ്പോ
യഹോവ നിന്റെ ഉള്ളിലിരിക്കുന്നത് എന്താണെന്ന് അറിയാനായിട്ട് നിന്നെ പരീക്ഷിക്കും. പക്ഷേ ഇസ്രായേൽ മക്കളെ മൂന്നാമത്തെ ഭാഗം വരുമ്പോൾ അവർ യഹോവയെ പരീക്ഷിക്കുക. മോശ ചോദിക്കുന്നു, നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്തിനാണ്? ക്രിയേറ്റർ ഏതാണ്, ക്രിയേഷൻ ഏതാണെന്ന് തിരിച്ചറിവില്ലാതെ ഓർഡർ തിരിഞ്ഞ ഒരു കൂട്ടമാണ് ഇവിടെ നിൽക്കുന്നത്. അതിനുശേഷം സീനായ് മലയിൽ ചെന്നു. സീനായ് മലയിൽ വെച്ച് ദൈവം സീനായ് മലയുടെ മുന്നിൽ തീയും എല്ലാമായിട്ട് ഇറങ്ങി വന്നിട്ട് 10 കൽപ്പനകളെ കൊടുത്തു. അന്നേരം പറഞ്ഞു, ഇനി ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, മോശ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ കൂട്ടരാണ്. അപ്പൊ മോശ പറഞ്ഞു, ശരി എന്നാൽ ഞാൻ പോയിട്ട് ബാക്കിയുള്ള കൽപ്പനകൾ നേടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് സീനായ് പർവ്വതത്തിലേക്ക് കയറി പോകുക. അപ്പൊ 40 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 40 ദിവസം ഒന്നും കഴിക്കുകയും കുടിക്കുകയൊന്നും ചെയ്യാതെയായിരിക്കുന്നത്. ഇത് ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിലുണ്ട്. അപ്പോ ഒന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്യാതെ ഇരുന്ന് 40 ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് നോക്കിയപ്പോൾ കാണാനില്ല. ചില റബ്ബിമാര് പറയുന്നത് 40 ദിവസത്തിലെ ആദ്യത്തെ 15 ദിവസം ഇവര് യഹോവയെ ആരാധിച്ചു, ഇവര് യഹോവയെ പറ്റി ചിന്തിച്ചു. ബാക്കിയുള്ള 29 ദിവസം ഇവര് കാളക്കുട്ടി ഉണ്ടാക്കാനുള്ള പരിപാടി എന്ന പ്ലാനിങ് ആയിരുന്നതാണ്. 40-ാം ദിവസം ആയി കഴിഞ്ഞപ്പോൾ അവർ അഹരോന്റെ അടുത്ത് ചെന്ന് പറയുകയാണ്. അപ്പോൾ എന്തൊക്കെയാ അവിടെ ഒരു അപ്പോസ്റ്റസിയിലേക്ക് പോകുന്ന, വിശ്വാസത്യാഗത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം ജനത്തിന്റെ ഫറവോനെ അടിമയല്ലെന്ന് പാടി സ്നാനം കഴിച്ച് ചെങ്കടലിലൂടെ കടന്ന് ദൈവത്തിൻ്റെതായ അത്ഭുത പ്രവൃത്തികൾ കണ്ട ഒരു കൂട്ടരാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഒത്തിരി സമയമൊന്നും എടുത്തിട്ടില്ല. 10 കൽപ്പനകൾ ഭാവിച്ചിട്ട് 40 ദിവസം ആയപ്പോഴേ അവർ വീണ്ടും മറക്കുക. ഒന്നാമത് അവർ ചെയ്ത പ്രശ്നം, അവരുടെ ഹൃദയം കൊണ്ട് അവരാരും ഈജിപ്തിലേക്ക് പിന്തിരിഞ്ഞു. അതാണ് ആദ്യത്തെ തെറ്റ്. ഒരു അപ്പോസ്റ്റേറ്റിന്റെ ഹൃദയം ആ പഴയ പാപജീവിതത്തിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടം, തനിക്കൊരു നൊസ്റ്റാൾജിയ അവിടെ ജനറേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ്. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് തങ്ങളെ കൊണ്ടുവന്ന് രക്ഷിച്ച ദൈവത്തെ മറക്കുകയാണ്. പറയുകയാണ്, മിസ്രൈമില് ഞങ്ങളുടെ മുന്നിൽ നടക്കാനായിട്ട് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. പകലിലും മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണുമായിട്ടുള്ള ആ ദൈവത്തെ മറക്കാൻ അവർക്ക് 40 ദിവസമേ എടുത്തുള്ളൂ. ആ ദൈവത്തെ മറക്കുകയാണ് അപ്പോസ്റ്റേറ്റിന്റെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത് എന്ത് ചെയ്തു? ദൈവപുരുഷനായ ആ മോശ ഇറക്കിക്കൊണ്ട് വന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് കാണിച്ച ആ ദൈവപുരുഷനെ മറക്കുകയാണ് മൂന്നാമത്തെ പടി. അപ്പൊ ആദ്യം നൊസ്റ്റാൾജിയ പാപജീവിതത്തോടെ ഉണ്ടാവുക, രണ്ടാമത് രക്ഷിച്ച ദൈവത്തെ മറക്കുക, മൂന്നാമത് നയിച്ച ദൈവദാസനെ മറക്കുക. അടുത്തതിന് ശേഷം അടുത്തത് എന്താണെന്നറിയോ? അടുത്തത് പുതിയ ദൈവങ്ങൾക്ക് വേണ്ടി ഉള്ള കൊതി, ആസ്പയറിംഗ് ഫോർ ന്യൂ ഗോഡ്സ് ടു വർഷിപ്പ്. പുതിയൊരു ദൈവം, എന്റെ സൗകര്യപ്രകാരമുള്ള ഒരു ഗ്രേവൻ ഇമേജിലുള്ള ഒരു ദൈവത്തിന് വേണ്ടി ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഈ പുരുഷനായ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് അറിയുന്നില്ല. അടുത്തത് അവർക്കൊരു പുതിയ ലീഡർഷിപ്പ് വേണം. അത് ആരുടെ എന്ന് പറയുന്നത്? അഹരോന്റെ അടുത്ത് എന്ന് പറയുകയാണ്. അപ്പോ അവരുടെ ആ ഐഡിയയോട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു അഹരോൻ അവിടെ ഇരിക്കുമ്പോൾ അടുത്തത് ചെന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ആരാധിക്കണം. അവരുടെ വർഷിപ്പ് എന്റർടൈൻമെന്റിന് വേണ്ടി അവർക്കൊരു ആരാധന. ഇങ്ങനെയാണ് ഒരു അപ്പോസ്റ്റേറ്റിന്റെ ഒരു വിശ്വാസത്യാഗിയുടെ യാത്ര. ഇങ്ങനെയാണ് ആദ്യം പഴയകാലത്തെ ആ ഗതകാല തരളസ്മരണകൾ, നൊസ്റ്റാൾജിയ ഉണ്ടാവുക, രണ്ടാമത് ദൈവത്തെ മറക്കുക, മൂന്നാമത് നയിച്ച ദാസനെ മറക്കുക, നാലാമത് പുതിയൊരു ദൈവത്തെ നമ്മുടെ സൗകര്യം അനുസരിച്ചുള്ള നമ്മുടെ പാപത്തെ ഇഷ്ടപ്പെടുന്ന എക്സ്ക്യൂസ് ചെയ്യുന്ന ഒരു ദൈവത്തിനായി ആഗ്രഹിക്കുക. അടുത്തത് പുതിയ ഒരു നേതാവിനെ, അവരവനെ പോലെ ഒരു നേതാവിനെ, അവരുടെ ആ ദൈവത്തെ പോലെ തന്നെ എക്സ്ക്യൂസ് ചെയ്യുന്ന ഒരു നേതാവിനെ ആഗ്രഹിക്കുക. അഞ്ചാമത് അവരുടേതായ ആരാധന ആഗ്രഹിക്കുക. ഇതിനു വേണ്ടിയാണ് ആദ്യത്തെ 5 വാക്യങ്ങൾ ഇതാണ് പറയുന്നത്. ഒരു അപ്പോസ്റ്റേറ്റിന്റെ യാത്രയാണ് ഈ പറയുന്നത്. അപ്പം ഇത് കേട്ട അഹരോൻ ഉടനെ തന്നെ എന്ത് ചെയ്തു? അഹരോൻ ഇത് കേട്ട പാടെ തന്നെ നോക്കിയപ്പോൾ കുഴപ്പമില്ല. അഹരോൻ ഇതിനകത്ത് വളരെ ദോഷം ചെയ്തിട്ടുണ്ട്. അഹരോന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ അഹരോനെ കർത്താവിന്റെ പെർഫെക്റ്റ്ലി വില്ലിൽ വിളിച്ച വ്യക്തിയല്ല. അഹരോനെ പെർമിസിബിൾ വില്ലിൽ വിളിച്ച വ്യക്തിയാണ്. മോശയോടാ പറയുന്നത്, നീ തന്നെ പോയി ജനത്തെ കൊണ്ടുവരണം. അപ്പം മോശ പറയും, എനിക്ക് നാവ് ശരിയല്ല, എന്റെ നാവിന് പ്രശ്നമുണ്ട്, എന്നെ കൊണ്ട് തടിച്ച നാവുള്ളവരാണ്. അവിടെ ചെന്ന് ഇങ്ങനെ മിക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം പറയുന്നു, നാവിനെ സൃഷ്ടിച്ചത് ദൈവം ഞാനല്ലേ, യഹോവയായ ഞാനല്ലേ, നീ പോ എന്ന് പറയുമ്പോൾ പറഞ്ഞു, ഓ ഇല്ല, വേറെ ആരെങ്കിലും വായിക്കണേ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ കോപം ജ്വലിച്ചിട്ടാണ് പറയുന്നത്, നീ അന്ന് ശരി നിന്റെ ചേട്ടനെ വെച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇറ്റ് വാസ് നോട്ട് പാർട്ട് ഓഫ് ഹിസ് പെർഫെക്റ്റ് വിൽ. കർത്താവിന്റെ പെർമിസിബിൾ വില്ലിന്റെ ഭാഗമായി വന്ന ഒരു സഹോദരനാണ് അഹരോൻ.
അഹരോൻ മറ്റ് ഇസ്രായേൽ മക്കൾ കണ്ടതുപോലെ തന്നെയുള്ള അത്ഭുതങ്ങളെ കണ്ടിട്ടുള്ളൂ. മുൾപ്പടർപ്പില് ആ ത്രിയേക ദൈവത്തെ താൻ കണ്ടിട്ടില്ല. അഹരോന്റെ ആഗ്രഹം, അപ്പോൾ താൻ അവിടെ ഒരു നേതാവാണ്. അപ്പം അഹരോന് തിരിച്ചു പറയാനായിട്ടുള്ള അമ്പയറില്ല. തൻ്റേത് ആ ഉറച്ച സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് പറയാം, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും എല്ലാം കുണുക്ക് പറിച്ച് കൊണ്ടുവരികയും ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ ഇസ്രായേലെ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹരോന്റെ പ്രശ്നം ഒന്ന്, ആ ലീഡർഷിപ്പ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു 10,000 പേര് മിനിമം വന്നിട്ടുണ്ട്. ഏതാണ്ട് 20,000 പേര് മരിച്ചതിൽ 10,000 പേര് ഒന്ന് ജാതി തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന കാര്യങ്ങളാണ്, ഞങ്ങൾക്ക് ഇപ്പൊ ഇത് വേണം, മോശ എവിടെ പോയി ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, സീനായി പർവ്വതത്തിൽ ഞങ്ങൾക്ക് കയറാൻ താല്പര്യമില്ല, അന്വേഷിക്കാനും താല്പര്യമില്ല. അപ്പോ അത് കഴിഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്തു, അഹരോൻ പറയുന്നു, ഞാന് ശരി ഓക്കെ, അവരെ കറക്റ്റ് ചെയ്യാതെ താൻ അവരുടേതായ ആഗ്രഹത്തിനായിട്ട് ആളുകളെ ചേർത്ത് നിർത്താനുള്ള ഒരു കൊതിക്കായിട്ട് തൻ്റെതായ മനസ്സ് തിരികെയാണ്. അടുത്തത് എന്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കർത്താവ് ഈ അഹരോൻ ഉൾപ്പെടെ ഇസ്രായേലിന്റെ മൂപ്പന്മാർ ഉൾപ്പെടെ പോയിട്ട് കർത്താവിന്റെ പാദം കണ്ട വ്യക്തികളാണ്. അദ്ദേഹം കാര്യം തന്നെ പറഞ്ഞു, ഈ അഹരോൻ തന്നെ തൻ്റെതായ തന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ ജനം പറഞ്ഞതിനേക്കാളും മുന്നേ തന്നെ അഹരോൻ പറഞ്ഞു. അതുകൊണ്ട് അഹരോനോട് നമ്മള് പുറപ്പാട് 20-1 മുതൽ 4 വരെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു രൂപത്തെ 3 കൽപ്പനകളാണ് ലംഘിച്ചത്. ഒന്ന്, ഞാനല്ലാതെ 20-3 അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഇത് കേട്ട അഹരോൻ പറയണം ഇത് പറ്റത്തില്ലെന്ന്. അടുത്ത് പറയണം ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കേട്ടില്ല. ഇത് പറഞ്ഞിട്ട് 40 ദിവസം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ആ സീനായി പർവ്വതത്തിന്റെ മേളിൽ നിന്ന് ഇത്രയും കാഹളനാദവും മുഴക്കവും എല്ലാം ഉണ്ടായി കേട്ട കാര്യം അഹരോൻ പറയുകയാണ്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. അടുത്തല്ല പറഞ്ഞത്, മീത സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമയാണിത്. അപ്പൊ കാള പറ്റത്തില്ല എന്നുള്ളതും ഇതാണ്. അതിനുശേഷം അടുത്ത വാക്യമാണ് 20-7 പറയുന്നു, നിന്റെ ദൈവമായി യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തന്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇതും ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നത് നമ്മൾ 32 വന്നു കഴിയുമ്പോൾ കാണാം. അഹരോൻ കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തിയിട്ട് കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കിയിട്ട് അപ്പൊ അവര് പറയുന്നു, ഇസ്രായേലെ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് അവരൊരു പറഞ്ഞു. അഹരോൻ അത് കണ്ടപ്പോൾ അതിന് മുമ്പാകെ ഒരു യാഗപീഠം പണിതു. യാഗപീഠം കാളക്കുട്ടിയുടെ മേലിൽ പണിയാൻ ഓർമ്മില്ല. എന്നിട്ട് പറയാണ്, നാളെ യഹോവയ്ക്കൊരു ഉത്സവമുണ്ട്. അങ്ങനെയാണ് ദൈവത്തിന്റെ നാമം വൃഥാ വെയിൻ പർപ്പസസിന് വേണ്ടിയിട്ട് കർത്താവ് എടുക്കുക. നാളെ യഹോവയ്ക്ക് ഉത്സവം. പണിത് എന്ത് സാധനമാണ്? കാളക്കുട്ടി. പേരെന്നതാണ്? യഹോവയുടേത്. അപ്പം ഈ അഹരോൻ കൊത്തുളി കൊണ്ട് ഭാഷയൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കൊത്തുളി എവിടുന്നാണ്? തന്റെ ആർട്ടിസ്റ്റിക് വർക്ക് എല്ലാം ശരിക്കും പറഞ്ഞാൽ പുറത്തെടുത്ത് ഇതിനു വേണ്ടിയിട്ടാണ്. വാർത്തുണ്ടാക്കാനുള്ള ആ കൊത്തുളി ഒന്നും കളഞ്ഞിട്ടില്ലായിരുന്നു. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന കൊത്തുളി പോക്കറ്റിൽ കിടന്ന് ചില്ലിൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വേറൊരു ദേവദാസം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മാറായ മാക്കിയത് ഡ്രമ്മിന്റെ ഇട്ടും ഉള്ളപ്പം ഈ പോക്കറ്റിൽ കിടന്ന് മറ്റേ സ്ഥലം അടിക്കുന്നുണ്ട്. ചില്ലടിക്കുന്ന അതിനൊപ്പം തന്നെ താളത്തിനൊപ്പം ഇതും കിടന്ന് പോക്കറ്റിൽ കിടന്ന് കിളുന്ന കളയണ്ടേ. അപ്പോൾ കൃത്യമായിട്ട് എടുക്കേണ്ട കൊത്തുളി ആ റൈറ്റ് ടൈമിന് ഇത് വെളി വന്നു. തന്റെ ആർട്ടിസ്റ്റ് മുഴുവൻ പ്രകടിപ്പിച്ചത് എവിടെയാണ്? ഇതിലാണ്. ആർട്ടിസ്റ്റ് പ്രകടിപ്പിച്ചതിൽ അവർ സന്തോഷിച്ചോ? അപ്പോസ്തല പ്രവൃത്തി പറയാം, ഞങ്ങളുടെ കൈപ്പണിയിൽ പറഞ്ഞു. കൈപ്പണി ആർട്ട് വർക്കിനകത്ത് നല്ലൊരു പണിയൊക്കെ ചെയ്തു. അങ്ങനെ കൊത്തുളി ഉണ്ടാക്കി. ആദ്യത്തെ 3 കൽപ്പനയെ അപ്പൊ തന്നെ ലഭിച്ചു. ഈ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരാധനയെ പറ്റി നമുക്ക് എപ്പോഴും വ്യക്തമായ ഇതുണ്ട്. നമ്മുടെ ആരാധന വർഷിപ്പ് ടൈമെന്റ് ആകരുത്, വർഷിപ്പ് പ്ലസ് എന്റർടൈൻമെന്റ് ആകരുത്. വർഷിപ്പ് എപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ നുറുക്കത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. നമ്മുടെ കോൺട്രിഷൻ ഓഫ് ദ ഹാർട്ട് ഹാസ് സോ മച്ച് ഇമ്പോർട്ടൻസ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം കോൺട്രിഷൻ. നമ്മുടെ ഹൃദയത്തിന്റെ കരച്ചിൽ നിന്ന്, കണ്ണുനീരിൽ നിന്നാണ് ആരാധന തുടങ്ങേണ്ടത്. അപ്പൊ യഹോവയുടെ പേരും അകത്ത് കാളക്കുട്ടി. പിറ്റന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാനയാഗങ്ങൾ അർപ്പിച്ച് ജനം ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഇരുന്ന് കളിക്കുവാനായിട്ട് എഴുന്നേറ്റു. ഇതിലെ വേറെ ചില കാര്യങ്ങൾ ഞാൻ ആലോചിച്ചത്, ഒരു ഡിസെപ്റ്റീവ് ആയിട്ടുള്ള റിലീജിയൻ, ഒരു ഡിസെപ്റ്റീവ് റിലീജിയൻ ഇപ്പോഴും ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. പക്ഷെ പരിപാടി അത് വേറെ ആയിരിക്കും.
ഈ ഒരു പുതിയൊരു ഡിസെപ്റ്റീവ് റിലീജിയൻ അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. അകത്ത് കാളക്കുട്ടിയും പേര് യഹോവയുടെ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. കാളക്കുട്ടിക്ക് പകരം നമ്മുടെ ഉച്ചലായ പല ഗ്രേവൻ ഇമേജസ്, ചിലപ്പോൾ അത് വരുന്ന അത് ശുശ്രൂഷിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നടത്തുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ചാരിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നടത്തുന്നത് ഇതായിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേക ഇതായിരിക്കാം. അത് പ്രത്യേകിച്ച് അത് എന്ത് വേണമെങ്കിലും ആകാം, കർത്താവല്ലാത്ത എന്ത് വേണമെങ്കിലും ആകാം, പേര് കർത്താവിനെയാണ്. അടുത്തത് പറയാണ്, നാളെ ഒരു ഉത്സവം, ഫീസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ഡിസെപ്റ്റീവ് റിലീജിയന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉത്സാഹം, ആഹ്ലാദം, ആനന്ദം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ഡിസെപ്റ്റീവ് റിലീജിയന്റെ സ്റ്റാർട്ട്. ശരിയായിട്ടുള്ള റിലീജിയന്റെ സ്റ്റാർട്ട് കർത്താവിനെ സേവിക്കേണ്ടത് അങ്ങനെയല്ല. കർത്താവിനെ സേവിക്കേണ്ടതിന്റെ ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ചിട്ടേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഓർഡർ നമ്മൾ നെഹമ്യാവ് 8 പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നെഹമ്യാവ് 8-ാം അധ്യായത്തിന്റെ ഒരു 8 തൊട്ട് വായിച്ചാൽ കിട്ടും. നെഹമ്യാവ് 8-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിക്കാമോ? അപ്പോ ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ആദ്യം തുടങ്ങുന്നത് ദൈവത്തിന്റെ വചനം തുറന്നിട്ട് അതിലെ പൊരുള് തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ പാപബോധമുള്ളപ്പോ അത് ഹൃദയം മുറുക്കത്തോടെ അവരിന്ന് കരയുക. ഇങ്ങനെ ഒരു കണ്ണീരിൽ നിന്ന് വേണം നമ്മുടെ ആരാധനകൾ ആരംഭിക്കാനായിട്ട്. ഈ കണ്ണീര് കടന്നതിന് ശേഷം പറയാണ്, നിങ്ങൾ ദുഃഖിക്കരുത്, കരയുമരുത്. ദൈവം നിങ്ങളുടെ ആ കണ്ണീരിനെ കണ്ട് മറന്നു പോകത്തില്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ കോൺട്രീഷൻ അത് ദൈവം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു 2 വാക്യം കൂടെ അപ്പുറം വായിക്കാമോ? അതിന്റെ അപ്പുറത്തെ പേജില് അവിടെ നിന്ന് വായിച്ചേ. അതെ, നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. കോൺട്രീഷനിൽ നിന്ന് തുടങ്ങി യഹോവയിലെ സന്തോഷം ബലമായി തീരുന്നതാണ് ആരാധനയുടെ റൈറ്റ് ഓർഡർ. ആരാധന ഇതാണ് വേണ്ടത്. ആരാധന ഒരു ഫെസ്റ്റിവോ ആയിട്ടല്ല തുടങ്ങുന്നത്. ആരാധന തുടങ്ങുന്നത് വിലാപത്തിലാണ്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വരുമ്പോഴാണ് ഉഷസിങ്കല ആനന്ദം വരുന്നത്. കണ്ണീര് കൊണ്ട് വിതയ്ക്കുമ്പോഴാണ് ആർപ്പ് വരുന്നത്. കണ്ണീരിൽ വിതച്ചു കഴിയുമ്പോഴാണ്. അപ്പൊ പറയാ, ഇതിന് മുന്നത്തെ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാല് 8:1 പറയുന്നുണ്ട്, സകല ജനവും നീർവാതിലിന്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി ഒരു ജനം. രണ്ടാമത്തേത്, കേട്ട് ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള എല്ലാവരും ന്യായപ്രമാണം കൊണ്ടുവന്നു. മൂന്നാമത്തത്, സർവ്വജനവും ശ്രദ്ധിച്ച് കേട്ടു. അടുത്തത് 5ാമത് പറയാ, കാണുക പുസ്തകം വിടർത്തി, അവൻ സകലത്തിന്റെ മീതെ ആയിരുന്നു. വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. ന്യായപ്രമാണത്തിന്റെ പുസ്തകം വചനം വിടർത്തി കഴിഞ്ഞപ്പോൾ അവരെ ആദരവ് പ്രകടിപ്പിച്ചു. മഹാദേവമായ യഹോവയെ സ്തുതിച്ചപ്പോൾ ആമീൻ ആമീൻ എന്ന് പറഞ്ഞ് അവരെ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. പിന്നെ കുറച്ചു പേര് പൊരുള് തിരിച്ചു കൊടുത്തു. വായിച്ചത് ഗ്രഹിക്കാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആളുകൾ ഇരുന്ന് കരഞ്ഞു തുടങ്ങി. ഇങ്ങനെയാണ് കർത്താവ് ഒരു ആരാധന ആഗ്രഹിക്കുന്നത്. തനിക്ക് തന്റെ തിളങ്ങുന്ന സ്വർണമോ അല്ല, ഉരുകുന്ന സ്വർണം അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഉരുകുന്ന ഹൃദയത്തെ ആദ്യം ആഗ്രഹിക്കുന്നത്. ഉരുകുന്ന സ്വർണം വേറെ, ഉരുകുന്ന ഹൃദയം വേറെ. അവൻ ആഗ്രഹിക്കുന്നത് അതാണ്. നിന്റെ കൈപ്പണിയല്ല ആഗ്രഹിക്കുന്നത്. അവൻ നിന്നെ കൈപ്പണി ചെയ്യുന്നത് ദൈവമാണ്. നീയാണ് കൈപ്പണി. അത് അവൻ ചെയ്യുമ്പം അതനുസരിച്ച് ഒരുക്കി കൊടുക്കുക. നീ അവന്റെ മുന്നിലെ പാത്രമാണ്, അവൻ കുശവനുമാണ്. അങ്ങനെ നീങ്ങുന്നവനാണ് ശരിയായ ആരാധന. നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക, ഇവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാന യാഗങ്ങൾ കഴിച്ചു. അപ്പം യാഗങ്ങളുടെ പ്രമാണമല്ല റൈറ്റ് ആയിട്ട് അറിയാം, ഇന്റൻഷനും ശരിയാണ്, പക്ഷെ ദൈവം വേറെയാണ്. നമ്മുടെ ഇന്റൻഷൻസ് വളരെ സിൻസിയർ ആയാൽ പോലും നമ്മൾ അർപ്പിക്കുന്നത് ആർക്കാണെന്നതും അർപ്പിക്കുന്നത് എങ്ങനെയാണെന്നതും ആരാധനയുടെ ഒരു പ്രശ്നമാണ്.
ആരാധനയുടെ വചനപ്രകാരമല്ലാത്ത ആരാധനകൾ നമുക്ക് ആരാധനയായിട്ട് കരുതാനായിട്ട് സാധിക്കില്ല. അതാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹോമയാഗങ്ങളും സമായാഗങ്ങൾ അർപ്പിച്ചിട്ട് പറയുക, ഭക്ഷിക്കുവാനും കുടിക്കാനും ഇരുന്നു കളിക്കാനും എഴുന്നേറ്റെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഒരു കളിയായി തീർന്നു. ആരാധന, കഴിപ്പ്, കുടിപ്പ്, കളി, റിവൽറി. ഈ കളി അല്ല, അങ്ങനെ പറയുന്നില്ല. ശബത്തിനെ വിശുദ്ധമായിട്ട് ആചരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് റാൻഡം ഒരു ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ശബത്തായിരിക്കാം, ഏതായാലും ചെയ്തത് തെറ്റാണ്. അപ്പോ കളിക്കുവാനായിട്ട് എഴുന്നേറ്റു. ഇത് നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഗ്രീക്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു കൺട്രോളും ഇല്ല. ഇതൊരു സെൻഷ്വൽ പ്ലേ ആണെന്നാണ് പറയുന്നത്. സെൻഷ്വൽ പ്ലേ, കണ്ണിൻ്റെതായ സുഖം, ഇന്ദ്രിയ സുഖങ്ങൾ കണ്ടനുഭവിക്കാൻ, വൈക്കാരിയസ് എൻജോയ്മെന്റ് ഓഫ് സിൻ, അതിനു വേണ്ടിയിട്ടാണ് ആരാധന വരുന്നത്. അപ്പോൾ തുടങ്ങിയത് ഹോമയാഗത്തിലും സമാധാനയാഗത്തിലും ആണെങ്കിലും കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ അത് റിവൽറി ആൻഡ് സെൻഷ്വൽ പ്ലേ ആയിട്ട് തീരുകയാണ്. അപ്പം ആരാധനയുടെ നിലവിലല്ല വരുന്നത്, അതിൻ്റെതായ കൺസുഖം മാത്രം നോക്കി മുന്നോട്ട് നീങ്ങുകയാണ്. ആരാധന തുടക്കം അങ്ങനെ തന്നെയാണ്, യഹോവയുടെ പേരാണ്, എല്ലാം ശരി തന്നെ. പക്ഷെ അതിന്റെ കാമ്പിലേക്ക് കടക്കുമ്പോൾ ഹൃദയത്തിന്റെ കോൺട്രിഷന് പകരം ഹൃദയത്തില് കളിക്കുവാൻ എഴുന്നേറ്റ് ഓടി നടക്കാനുള്ള ഇതാണ്. ഇത് കളിക്കുവാനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ 32-25 വായിച്ചാൽ മതി. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചു വിടുകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കെട്ടഴിഞ്ഞവരായി എന്ന വാക്യം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല വേർഷൻസിൽ പലതായിട്ട് കൊടുത്തിട്ടുണ്ട്. ചില റണ്ണിങ് അമോക്ക്, ബെൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കിങ് ജെയിംസ് വേർഷനാണ്. നേക്കഡ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നേക്കഡ്, അതാണ് റൈറ്റ് ട്രാൻസ്ലേഷൻ. ഹീബ്രുവിൽ നിന്നും ഇതിൽ നിന്ന് എടുത്തു നോക്കുമ്പോഴും പൗലോസ് പറയുന്ന കൊരിന്ത്യൻ ലേഖനത്തിൽ പറഞ്ഞ ഗ്രീക്ക് റൂട്ടുവേഡ് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവര് കെട്ടഴിഞ്ഞവരായി. അപ്പൊ പാപത്തിന്റെ എൻജോയ്മെന്റ്, ഇതാണ് ഇവർ ഈ അധികാലത്ത് എഴുന്നേറ്റ് ആരാധന നടത്താനായിട്ട് സാധ്യത ഉണ്ടായത്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മണിയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തതാണ്. പക്ഷെ ഇതായിരുന്നപ്പം ഭയങ്കര ഉത്സാഹം. അങ്ങനെയാണ് ഇവര് രാവിലെ എഴുന്നേറ്റത്. കർത്താവ് ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവ മോശയോട് നീ ഇറങ്ങിച്ചെല്ലുക, നീ ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു. ഇസ്രായേലെ, ഇത് നിന്നെ ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന് നിന്റെ ദൈവമാകുമെന്ന് പറയുന്നു എന്ന് അരുളി ചെയ്തു. യഹോവ പറയാണ്, ഞാൻ ഈ ജനത്തെ നോക്കി, അത് ദുശ്ശാഠ്യമുള്ള ജനമാകുമെന്ന് കണ്ടു. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. മോശ എന്ന് പറഞ്ഞാൽ അഹരോനെ പോലെയല്ല. നമുക്ക് മോശയും അഹരോനും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തെക്കും വടക്കും പോലെയാണ്. അഹരോന് ആ ജനം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അഹരോന് അവരുടെ ഭാഗമായിരുന്നു നല്ലത്. അഹരോന് എററിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് മാത്രമല്ല, തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചില്ല. മുന്നോട്ട് വന്നു കഴിയുമ്പോൾ അഹരോന്റെ പല പരാജയങ്ങളുണ്ട്. അപ്പോ മോശ ചെയ്തതിന് താഴെ ഞാൻ ഒരു ഭാഗം മാത്രം വായിക്കാം. മോശ അഹരോനോട് 21-ാം വാക്യമാണ്. മോശ അഹരോനോട്, ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്താൻ അവർ നിന്നോട് എന്ത് ചെയ്തെന്ന് ചോദിച്ചു. അതിന് അഹരോൻ പറഞ്ഞത്, യജമാനന്റെ കോപം ജ്വലിക്കരുതേ, ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നെന്ന് നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിന് ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞങ്ങളെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്ന പുരുഷനായി മോശയ്ക്ക് എന്ത് പോയിച്ച് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവരോട് പറഞ്ഞു. ഞാൻ അവരോട്, പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അത് അവരെന്റെ പക്കൽ തന്നു. ഞാനത് തീയിലിട്ടപ്പോൾ ഈ കാളക്കുട്ടി കുറച്ചു. ഒന്നാമത്തെ പ്രശ്നം, അഹരോനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക, ഓ ഈ ജനം ഇങ്ങനെയായിരുന്നു, അവര് ദോഷത്തിലേക്ക് തിരിഞ്ഞിരിക്കുമല്ലേ, ഇതിന്റെ കുഴപ്പമില്ലെന്ന് ഫസ്റ്റ് ആദ്യം കൈയടി. അഹരോൻ ചെയ്തതിന്റെ പ്രശ്നം തന്നെ അതിനകത്ത് ചോദ്യം ഉൾപ്പെടുത്താൻ, ചോദ്യത്തിന്റെ ഭാഗമാക്കുന്നതിന് പകരം താൻ അതിൽ നിന്ന് ഒഴിഞ്ഞ് മറ്റ് ജനത്തെ പറയുകയാണ്. ഇവര് ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന ജനമാണെന്ന് അവരെ പറയുകയാണ്. രണ്ടാമത് പറയുകയാണ്, ഇവരിങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, ഇവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആഭരണം ഇടാനായിട്ട് തീക്കകത്ത് കൊണ്ട് ഇട്ടു. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ കാളക്കൂട്ടി പുറത്തു നോക്കുന്നു. പുള്ളി കൊത്തുളി കൊണ്ട് മാഷ വരുത്തിയ കാര്യം വിഴുങ്ങിക്കളഞ്ഞു. ഒരു തുമ്പുകെട്ട ഇടയന്റെ പ്രശ്നം ഇതാണ്. തന്റെ ആടുകളെ തന്നെ വിചാരമില്ലാത്തവനായതുകൊണ്ട് അതിനെ ചിതറിക്കും. കൂലിക്കാരൻ വന്നു കഴിയുമ്പോൾ ആ കൂലിക്കാരനായവന്റെ വിചാരമില്ല, അവൻ ചാടി കൂടി അവന്റെ വഴി നോക്കും. അതുപോലെ അതാണ് ചെയ്തത്. ഈ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്?
മലകളിൽ വെച്ച് കൊന്നു കളയുവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കുവാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് പറയുന്നത് എന്തിന്? നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കണമേ. നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും അവകാശമായി കൊടുക്കുമെന്നും നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെ കുറിച്ച് അനുദപിച്ചു. ഒരു ശരിയായ ഇടയിൽ ആ തെറ്റ് കാണുമ്പോഴും അവർക്ക് വേണ്ടിയിട്ട് തന്റെ ജീവനെ നടുക്കിൽ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ഇടവിൽ നിൽക്കുക. കർത്താവായ തന്നെ പറയുന്നുണ്ട്, അവർക്ക് ജോലിക്ക് എന്റെ കോപം വന്ന് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുന്ന് പറഞ്ഞു. തന്റെ കർത്താവ് പറയുന്നത് എന്നെ വിടുക എന്ന് മോശയോട് പറയുകയാണ്. അതായത് മോശയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. മോശയുടെ ഇന്റർസെക്ഷന് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ടാണ് കർത്താവ്. അപ്പൊ ആ സമയം തന്നെ മോശ ചാടിക്കത് കർത്താവെ അങ്ങനെ ചെയ്യരുത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ദയ വിട്ട് കളയാത്ത ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. നമ്മൾ കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എത്ര പേഴ്സണൽ ഗോഡാണ് നമ്മുടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നോട്ട് ചെയ്ത ഇംഗ്ലീഷിൽ ഇങ്ങനെയായിരുന്നു, ഹീസ് എ പേഴ്സണൽ ഗോഡ്. He delights to be moved by the love, faith and prayers of his faithful people. നമ്മുടെ ആ സ്നേഹവും നമ്മുടെ ഡിപ്പെൻഡൻസും കണ്ട് ഹൃദയം മാറാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മസ്നേഹത്തിനാണ് നമ്മുടെ കർത്താവ്. ഒരു പ്രാവശ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് തീർക്കുമെന്ന് പറയുന്നവനല്ല. തന്റെ ആ ജനങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടി തെറ്റ് പറ്റിയവനാണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ഹൃദയം അതാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന അതേ ഹൃദയം മനസ്സിലാക്കിയ മോശ പറയുകയാണ്, അങ്ങനെ ചെയ്യല് കർത്താവേ, നിനക്ക് ദയം കൃപയുണ്ടെന്ന് എനിക്കറിയാം. അബ്രഹാമിനെ ഇസ്ഹാക്കിനെ ഓർക്കണം എന്ന് പറയുക. മോശയ്ക്ക് വലിയൊരു ഓഫറാണ് മുന്നിരിക്കുന്നത്. ഞാൻ നിന്റെ മക്കളെ നന്നാക്കി ഞാൻ അവരെ പേർപ്പിക്കും, ഇവരെ ഞാൻ നശിപ്പിച്ച് കളയുമെന്ന് പറയുമ്പോൾ മോശ സെൽഫ്ലെസ് ആയിട്ട് പറയാം, അത് അങ്ങനെ ചെയ്യല് കർത്താവേ, നീ കൊണ്ടുവരുമെന്ന് പറഞ്ഞതല്ലേ, മാറ്റണേ. അപ്പൊ ദൈവം അനുദപിക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജനത്തിന് വരുത്തുവെന്ന് കൽപ്പിച്ച അനർത്ഥത്തെ കുറിച്ച് അനുദപിച്ചെന്ന് പറഞ്ഞത്. കർത്താവ് തെറ്റ് ചെയ്തതുകൊണ്ടല്ല അനുദപിക്കുന്നത്, തന്റെ കോഴ്സ് ഓഫ് ആക്ഷൻ മാറ്റി കൊടുക്കില്ല. നമ്മുടെ കണ്ണീരിനെയും പ്രാർത്ഥനയും കടന്നു പോകാത്ത ഒരു കർത്താവാണ് നമ്മുടെ ദൈവം എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവൻ നമ്മുടെ കണ്ണീരിനെ കടന്നു പോകാത്ത ദൈവമാണ്. വളരെ പേഴ്സണൽ ഗോഡാണ്. അവൻ സ്നേഹം ആഗ്രഹിക്കുന്നതാണ്. അപ്പോ അതിന് മുന്നോട്ട് താഴോട്ട് വരുമ്പോ കാളക്കുട്ടിയെ കണ്ടു, നൃത്തം കണ്ടു, മോശയുടെ കോപം ജ്വലിച്ച് പലകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിന്റെ അരിവാരത്ത് വെച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവനെടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. ഇങ്ങനെ ആ കാളക്കുട്ടിയെ അരച്ച് ചുട്ടു പൊടിയാക്കി ഇട്ടുകൊടുത്തു. ഈ ഭാഗം എന്തിനാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് നമ്മള് സംഖ്യാപുസ്തകം 5-ാം അധ്യായത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ശങ്കാവിഷ നിയമം എന്ന ഒരു നിയമമുണ്ട്. അതായത് വ്യഭിചാരിണിയാണെന്ന് ഒരു സ്ത്രീയെ സംശയമുണ്ടെങ്കിൽ അവിടുത്തെ കുറച്ച് പൊടിയെടുത്ത്, തിരുനിവാസത്തിലെ പൊടിയെടുത്ത് ഈ വെള്ളത്തിലിട്ട് കലക്കിട്ട് കുടിക്കുക. ഇത് കുടിപ്പിച്ചിട്ട് പറയും, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ആണ് ഇടിക്കും, നീ തെറ്റ് ചെയ്തോ ഇല്ലയോ, തെറ്റ് ചെയ്തെങ്കിൽ ഇല്ലെന്ന് പറയണം. അപ്പൊ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ കുടിപ്പിക്കാൻ പോവുകയാണ്, ഞാൻ നിന്നെ കുടിപ്പിച്ച് കഴിയുമ്പോൾ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഉദരം വീർക്കുകയും നിന്റെ നിതംബം ക്ഷയിപ്പിക്കുകയും ചെയ്ത് നീ ബാധപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. അപ്പം ഈ കാര്യം അറിയാവുന്ന അതുകൊണ്ടാണ് ഈ കാളക്കുട്ടിയെ അരച്ചിട്ട് മോശെ കൊടുക്കുന്നത്. ഇത് കൊടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ചെയ്തത് ദൈവത്തോട് വ്യഭിചാരമാണ്. വേറെ എടുത്ത് പറയുന്നു, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നത് യാക്കോബ് ഈ ഭാഗം കണ്ണിൽ വെച്ചുകൊണ്ട്. അപ്പൊ വ്യഭിചാരിണിയെ ഉള്ള സംശയത്തിന് കൊടുക്കുന്ന അതേപോലെ അല്ല ഈ സാധനം അരച്ചു കുടിക്കുക. സംഖ്യാപുസ്തകം 5-11 മുതൽ 31 വരെ ഒത്തിരി വായിക്കാനില്ലാത്തത് പിന്നീട് വീട്ടിൽ ചെന്ന് നോക്കിയാൽ മതി. അപ്പോ അതിനാണ് കുടിപ്പിച്ചത്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ഈ ലേവ്യരോട് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരെ കൊന്നുകളയുക എന്ന് പറയുക. അങ്ങനെ 3000 പേര് വീഴുന്നുണ്ട്. നമ്മള് 1 കൊരിന്ത്യരിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കും 20,000 പേര് വേറെ വീണിട്ടുണ്ട്. അവര് വീഴുന്നത് യഹോവ അഹരോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതാകുകൊണ്ട് യഹോവ അവരെ നിർമ്മിച്ചു. ഇവരെല്ലാവരും ഇതുപോലെ ഉദരം വീർത്ത് മരിച്ചു എന്നാണ് യഹൂദ പാരമ്പര്യം. അവരെ ആ ശങ്കാവിഷത്തിൻ്റെതായ അതുകൊണ്ടാണ്. അപ്പം ഇതിനകത്ത് കുറെ പേരുണ്ടാകും, നിഷ്കളങ്കന്മാരായിട്ടുള്ള കുറെ പേരുണ്ടായിരുന്നത്. ലക്ഷക്കണക്കില് 20,000 പേരാണ് പ്രശ്നക്കാര്. 3,000 പേരാണ് അതിന് മുന്നേ പ്രത്യക്ഷത്തിൽ നിന്നത്. അവരെ മുഴുവനും നശിപ്പിക്കുകയാണ്. ആരാധന എന്താണ് അനുസരിച്ച് മോശ എന്ന് പറയാ, ഞാൻ പറയണം, നിങ്ങളൊരു മഹാപാപം ചെയ്തിരിക്കുകയാണ്, ഞാൻ യഹോവയുടെ അയൽക്കൽ കയറി ചെല്ലും, പക്ഷെ നിങ്ങളുടെ പാപത്തിന് വേണ്ടി
പ്രായശ്ചിത്തം വരുത്തുവാനിടയാണ്. എന്നിട്ട് മോശം 31 അധ്യായം പറയുക, നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതി നിന്റെ പുസ്തകത്തിൽ നീ എന്റെ പേര് മായ്ച്ചു കളയണം. ആ ജനത്തിന് വേണ്ടി മുഴുവനും ശാപഗ്രസ്തനായിട്ട് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു മോശം, ഒരു നല്ല ഇടയൻ ഇങ്ങനെയാണ്. അഹരോൻ എന്ത് ചെയ്തു? അഹരോൻ പ്രശ്നം ചാടി ഓടി കടന്നു കളഞ്ഞപ്പോ ഈ മോശ പറയാം, അഹരോന് വേണ്ടി താൻ പ്രാർത്ഥിക്കുക, തെറ്റുപറ്റിപ്പോയി, അവനോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മൾ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ആ ആരാധന അപ്പൊ എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആരാധനകൾ എങ്ങനെ ദൈവത്തിൽ നിന്ന് ദൂരെ കൊണ്ടുവന്നെന്നും ഒരു മഹാസഹസ്രങ്ങളെ എങ്ങനെ ന്യായവിധിയിലേക്ക് നടത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിന് ശേഷമുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 31:3-1 മുതൽ വായിച്ചാൽ പറയുകയാണ്, അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും മിസ്രയീം ദേശത്ത് നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യൻ, അമോര്യൻ, ഹിത്യൻ, പെരിസ്യൻ, ഹിവ്യൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. അപ്പൊ ഇതിനകത്ത് ദൈവം പറയുകയാണ്, ശരിയാണ്, നീ എന്നോട് പറഞ്ഞു അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിനോടും ചെയ്ത ഇത് ഓർക്കണമേ, അവരെ എത്തിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ശരി, ഞാൻ അവരോടൊന്നും ചെയ്യുന്നില്ല, ഞാൻ അവരെ എത്തിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു ദൂതനെ ഞാൻ അയക്കുക. പക്ഷെ ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഐ മൈസെൽഫ് വിൽ നോട്ട് കം. ഞാനൊരു ദൂതനെ അയച്ചു വിടും, അവൻ ആ കാര്യങ്ങളെല്ലാം നിരപ്പാക്കും. നിങ്ങൾ പോയി അവിടെ താമസിച്ചോണം, നമ്മൾ തമ്മിൽ ഇഷ്ടപ്പെടും. ഇതാണ് ഞാൻ തന്നെയും വരത്തില്ല. കാര്യം ഞാൻ നിങ്ങളുടെ കൂടെ ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദുശാഠ്യം ഉള്ളവരാണ്. ഞാൻ നടുവിൽ നടാൻ നിങ്ങളെ നശിപ്പിച്ചു പോകും. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനായതുകൊണ്ട് ഞാനൊരു ദൂതനെ പറഞ്ഞു വിടും, ഞാൻ മാറി വിടും. പക്ഷെ നിങ്ങൾ പോയി എന്താന്ന് വെച്ചാൽ ചെയ്തോളാനാണ് പറയുന്നത്. ഇത് മലയാളത്തിൽ അത്രയും ക്ലിയർ അല്ല, പക്ഷെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ വേറെ 2-3 ട്രാൻസ്ലേഷൻ പോകുമ്പോൾ ഐ മൈസെൽഫ് വിൽ നോട്ട് ഗോ. നിങ്ങൾക്ക് മുന്നാകെ വരും, പക്ഷെ ഞാനായിട്ട് തന്നെ വരത്തില്ല. ദൂതൻ എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്ത് തരും, നിങ്ങൾ പോയി താമസിച്ചോണം, പറഞ്ഞ കാര്യം ചെയ്യും. പക്ഷെ ഇനി നമ്മൾ തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ല. കർത്താവ് ഇതാണ് പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ജനം ദുഃഖിക്കുന്നത്. പിന്നെ നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ 7-ാം വാക്യത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു, അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ടു പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. അപ്പോ മോശ ഈ ചെയ്തത്, ഇത് നമ്മൾ പഠിച്ച സമാഗമന കൂടാരമല്ല, സമാഗമന കൂടാരത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സമാഗമന കൂടാരം അതുവരെയും വെച്ചിട്ടില്ല. അപ്പം മോശ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ജനത്തിന്റെ അളവിൽ നടന്നു കഴിഞ്ഞാൽ ഞാൻ സംഭരിക്കില്ല, നീ എങ്ങനെയാണെന്ന് വെച്ചാൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ മോശ ഒരു കാര്യം ചെയ്തു. മോശയുടെ കൂടാരം എടുത്ത് അവരുടെ ക്യാമ്പും കടന്ന് അവരുടെ പാളയവും കടന്ന് ദൂരെ പോയി ഒരിടത്ത് കൂടാരടിച്ചു വെക്കുക. മോശ പറയുന്നത്, ബാക്കിയുള്ളവർക്ക് വേണ്ടായിരിക്കും, അവരെ ദൂതനെ അയച്ചു വിട്ടയച്ച് അവര് കാനാൻ ദേശത്തേക്ക് പോകുമായിരിക്കും. പക്ഷെ നിന്നോട് സംസാരിച്ച് ഇവിടെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവര് നിന്നെ തള്ളിക്കളഞ്ഞു, പക്ഷെ ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് എന്റെ കൂടാരം ഇവിടെ മതി, നീ ഇവിടെ വരുവാണ് ഇവിടെ മതി. ഞാൻ മരുഭൂമിയിൽ ഇനി 100 വർഷമാണ്, ഞാൻ 100 വർഷം ഞാൻ നിൽക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ആ പാളയത്തിൽ നിന്നും മറ്റ് ബന്ധുക്കളിൽ നിന്നും എല്ലാവരിൽ നിന്നും മാറി ഒരുത്തരും ചോദിക്കാതെ അവരുടെ പാളയം മുഴുവൻ വിട്ട് 6.5 മൈൽ ദൂരമാണ് ഒരു സൈഡിൽ നിന്ന് നോക്കി അങ്ങേറ്റം വരെ കാണാം ഇവരുടെ പാളയത്തിൽ. അത്ര ആളുകളുണ്ട്. അതിൽ നിന്ന് പിന്നെ ഇവരുടെ പാളയത്തിന് ചുറ്റുമുള്ള ഇവരുടെ വേസ്റ്റുകൾ കളയുന്ന സ്ഥലങ്ങൾ, ഇതും കഴിഞ്ഞ് അങ്ങ് ദൂരെ പോയി കർത്താവിനോടും കൂടെ ഇരിക്കാനായിട്ട് ഒരു ഭക്തൻ കൂടെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്ക് അത് നീ നടുവിൽ നടന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ കൂടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 6,85,000 പേര് അവിടെ ഇരിക്കുകയാണ്, ഇരുന്നോട്ടെ. പക്ഷെ എനിക്കിപ്പോൾ അത് പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ നിന്നെ പേഴ്സണലായിട്ട് അറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്റെ കൂടെ ഇരിക്കാനായിട്ട് ഇഷ്ടം. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് ചെല്ലുന്നത്. അപ്പൊ പറയാ, യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് ഇങ്ങനെ ചെല്ലും. പിന്നെ പറയാ, മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെ എഴുന്നേക്കും. അപ്പൊ ഇവർക്ക് ദുഃഖം വന്നു തുടങ്ങി. ഇപ്പൊ ദൈവം കൂടെ ഇല്ല. ദൈവത്തിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ താമസിക്കുക എന്നുള്ളതാണ്. പക്ഷെ ദുഷ്ടന്മാരുടെ ഹൃദയം മൂലം താൻ അവിടെ നിന്ന് മാറി നിൽക്കുക. ജനം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ട് എഴുന്നേറ്റ് ഓരോരുത്തരും താതാന്റെ കൂടാരവാതിൽക്കൽ വെച്ച് ഒരു ദൂരെ നിന്ന് നമസ്കരിക്കും. എന്നിട്ട് പറയുന്നത്, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിക്കും. അപ്പോ ആ ബുദ്ധിമുട്ടിന്റെ മജോറിറ്റി മുഴുവനും എതിര് നിൽക്കുന്നതിന്റെ നടുവിലാണ് മോശ ഇറങ്ങി വന്ന് ഇരിക്കുന്നത്.
അങ്ങനെ ഉള്ളപ്പോഴാണ് ഒരു സ്നേഹിതൻ സംസാരിക്കുന്ന പോലെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും. പാളയത്തിലെ ആരവാരവും പ്രതികാരവും കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കത്തില്ല. ആ മജോറിറ്റിയുടെ ഒച്ചയിൽ നിന്ന് നമ്മൾ ആ സൈലൻസിലേക്ക് വന്നു കഴിയുമ്പോഴേ ദൈവത്തിന്റെ സ്വരം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനുശേഷം വീണ്ടും കർത്താവിനോട് ഇന്റർസീഡ് ചെയ്യുക. മോശെ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോവുക എന്ന് നീ എന്നോട് കൽപ്പിച്ചല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ എന്നോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയാൻ ഇടയാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. അന്നേരം ദൈവം പറയുന്നത്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അടുത്ത ഭാഗം, അവനവനോട് തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. മലയാളത്തിൽ ചെറിയ പ്രശ്നമുണ്ട്, ഇംഗ്ലീഷിൽ ക്ലിയർ ആക്കുന്നുണ്ട്. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുമെന്ന് മോശയോടാണ് കർത്താവ് പറയുന്നത്. ഞാൻ എന്റെ സാന്നിധ്യം നിന്നോട്, ഇറ്റ് വിൽ കം വിത്ത് മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് യു ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. അപ്പോൾ തന്നെ മോശ പറയുകയാണ്, if your presence does not go with us, do not lead us up from here. ഞങ്ങളുടെ കൂടെ വരണമെന്ന് ആ ഇരിക്കുന്ന ജനത്തിന് വേണ്ടിയിട്ട് താൻ ആഗ്രഹിക്കുകയാണ്. ഇത് മലയാളത്തില് എന്നോടൊന്ന് എഴുതിയിരുന്നത്, ശരിക്കും ഞങ്ങളോടൊന്ന് വേണം. അത് ബാക്കി എല്ലാ ട്രാൻസ്ലേഷനും ഇതായിട്ടുണ്ട്. റെഫറന്റ് ഞങ്ങൾ എന്നായതുകൊണ്ട് അതിന് മുമ്പിലുള്ളത് ഞങ്ങളോട് വേണമെന്നാണ് ശരിക്കും വരേണ്ടത്. അപ്പോ ഈ മോശ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. കർത്താവ് ആ ജനത്തിന് വേണ്ടി അന്നേരം താൻ പ്രാർത്ഥിക്കുക. കർത്താവ് പറയുന്നത്, ഞാൻ നിന്റെ വഴികളെ അറിയുവാനായിട്ട്. ഒരു ഭക്തന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയം അറിയാൻ. ഹി വാണ്ട്സ് ടു നോ ഗോഡ്സ് വേസ്. അവന്റെ ഹൃദയം, അവന്റെ പരിജ്ഞാനം എന്താണ്, അവനെ എന്നെ പറ്റിയുള്ള പർപ്പസ് എന്താണ്, അവന്റെ വിശുദ്ധിയുടെ പ്രിൻസിപ്പിൾസ് എന്താണ്, അവന്റെ സഹനം എന്താണ്, ഇതെല്ലാം അറിയുന്ന ഒരു ഇതാണ്. അപ്പോ പറയുകയാണ്, നീ വന്നില്ലെങ്കിൽ ഞങ്ങളെ പുറപ്പെടുവിക്കരുത്. പലപ്പോഴും പലരും പറയാറുള്ളത്, ഞാൻ കനാനിൽ പോവാണ്, കർത്താവ് വന്നില്ലെങ്കിൽ കൂടെ വരണം എന്ന രീതിയിലാണ് പറയുന്നത്. മോശ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞത്. മോശ പറയുന്നത്, എനിക്ക് കനാനേക്കാളും പ്രശ്നം നിന്റെ പ്രസൻസ് ആണെന്ന് പറയുന്നത്. കനാൻ സെക്കൻഡറി ആണ്, നിന്റെ പ്രസൻസ് എനിക്ക് പ്രൈമറി ആണ്. ഒരു ദൈവവേദന ശരിയായിട്ട് കർത്താവിനെ കണ്ട ദൈവവേദനന്റെ പ്രശ്നം അവന്റെ വഴികളോ അവൻ ചെല്ലുന്ന ഡെസ്റ്റിനേഷൻ അല്ല, അവന്റെ കൂടെയുള്ള സാന്നിധ്യമാണ്. അതാ മോശ പറയുന്നത്, ഞങ്ങളോട് കൂടെ എല്ലാവരോടും കൂടെ നിന്റെ സാന്നിധ്യം ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ ഞങ്ങളുടെ കൂടെ അങ്ങനെ വന്ന ദൈവമാണ്. ഞാനത് റെസ്റ്റോർ ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കനാനിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ജനം ഒരു 100 വർഷം ഇവിടെ മരുഭൂമി കിടന്നാലും കുഴപ്പമില്ല, നീ ഇല്ല പിന്നെ എന്നാ ചെയ്യാനാ? അതാണ് അവിടെ പറയുന്നത്. അടുത്ത 16-ാമത്തെ അധ്യായത്തിൽ ഭയങ്കര ക്ലിയറാ. എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനല്ലേ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. മോശം പറയുക, എനിക്ക് സ്പെഷ്യാലിറ്റി പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല, ഈ ജനത്തിന്റെ വലിപ്പം പറയാനായിട്ടില്ല. അടിമയാണ്, അവിടുന്ന് വന്നു, എനിക്ക് ഇന്ന വാഗ്ദത്തം കനാലിലേക്ക് ഉണ്ടെന്നുള്ളത് എന്റെ പ്രശ്നമല്ല. ഞാൻ സ്പെഷ്യലായി തീരുന്നത് നീ എന്നെ സ്പെഷ്യലായിട്ട് കണ്ട് എന്റെ മുമ്പ് കൂടെ ഇരിക്കുന്നത് കൊണ്ടാ. നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്നെ പുറപ്പെടുവിക്കണ്ട, ഞാൻ ഇവിടെ ഇരിക്കുക. നീയാണ് ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ഇവിടെ ഇരിക്കുന്നു. നിന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പുതിയ നിയമ വിശ്വാസിയുടെ സംസാരമാണ് നമ്മളെ മോശയുടെ സംസാരിക്കുന്നത്. ഇതിൽ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് 1 കൊരിന്ത്യറിനകത്ത് പൗലോസ് പറയുകയാണ്, നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം, ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. അന്ന് ഏദൻ തോട്ടത്തിൽ നിങ്ങളോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ചത്. നിങ്ങളെ പുറപ്പെടുവിച്ചപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കാനായിട്ടാണ് ആഗ്രഹിച്ചത്. നടുവിൽ ആ ടാബർനാക്കൾ വെച്ചപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കാനാണ് ആഗ്രഹിച്ചത്. നിങ്ങളോട് ഒപ്പം ഇരിക്കാനായിട്ടാണ് ആഗ്രഹിച്ചത്. അപ്പോ ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ആഗ്രഹം ഇതായിട്ട് തീരുന്നു. ശരിയായ ആരാധന അവന്റെ പ്രസൻസിൽ നിന്നാണ് വരുന്നത്. അവന്റെ പ്രസൻസ് കൂടെ ഉള്ളപ്പോഴാണ് നമുക്ക് ആരാധിക്കാൻ പറ്റുന്നത്. അവന്റെ ഗ്രേസ് ഉള്ളപ്പോഴാണ് നമ്മൾ സ്പെഷ്യൽ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതാണ് ആരാധന ഉള്ളതാക്കേണ്ടത്. ഒരു സ്നേഹിതനെ പോലെ അവന്റെ ഇമ്പസ്വരം കേൾക്കണമെങ്കിൽ മുന്നോട്ട് നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. മോശ പറയുകയാണ്, എനിക്ക് നിന്നെ കാണാൻ സാധിക്കണമെന്ന് പറഞ്ഞത് അതിന്റെ നടുവിലാണ്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ മാറി ഇറങ്ങി പാളയത്തിന് വെളിയിൽ വന്ന് നിന്നവനെ ദൈവത്തിന്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നു. അന്നേരമാണ് ദൈവം മോശയോട് പറയാ, നിനക്ക് എന്റെ മുഖം കാണാൻ കഴിയില്ലെങ്കിലും ഞാൻ നിന്നെ കാണിക്കുമെന്ന്. തന്നെ പ്രസൻസ് കാണിച്ചു കൊടുക്കുക. ഞാൻ കൈകൊണ്ട് മറച്ച് എന്റെ മുഴുവൻ ഗ്ലോറി നിനക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്താണെന്ന് നിന്നെ കാണിക്കണമെന്ന്. ഇതുകൊണ്ടാണ് കാര്യം,
നീ പറഞ്ഞ വിഷയം ഇതാ, നിനക്ക് നിന്റെ ഡെസ്റ്റിനേഷനേക്കാളും നിന്റേതായ പ്രിവിലേജസിനേക്കാളും വലുതായിട്ട് നീ എന്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണിക്കാൻ പോകുന്നത്. പുതിയ നിയമം വിശ്വാസിക്കുന്നത് തന്നെയാണ്. അവന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കണം എന്നുള്ളതാണ്. അവന്റെ പ്രസൻസ് എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കണം എന്നുള്ളതാണ് അവൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ടെമ്പിള് വിശുദ്ധിയോടെ സ്വീകരിക്കണം, അവനെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവൻ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമൊന്നും നിങ്ങളെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഇങ്ങനെയുള്ളവരാണ് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും അവനോടുകൂടെ വിജയകരമായ ഒരു ജീവിതം നയിക്കുകയും ശരിയായ ആരാധനയിൽ ജീവിക്കുകയും ചെയ്യുന്നത്. ശരിയായ ആരാധന ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ഉള്ള ഭാഗം കൂടെ ഞാൻ പറഞ്ഞ് നിർത്താനായിട്ട് ആഗ്രഹിക്കുക. എങ്ങനെയാണ് നമ്മുടെ ആരാധന എന്ന് പറയുന്നത്? ക്രൂശിതനെ കണ്ടുകൊണ്ടാണ്. എല്ലാ ആരാധനയുടെയും തുടക്കം ക്രൂശിതനെ കണ്ടുകൊണ്ടാണ്. വെളിപ്പാട് 5:5 അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായത് പുസ്തകം അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നെന്ന് പറയുന്നു. ഞാൻ സിംഹാസനത്തിന്റെ 4 ജീവികളെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാൻ അതിന്റെ മുദ്ര പൊട്ടിക്കുവാൻ നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വലോകത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങിയ ആരാധന ആ അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ആ ക്രൂശിതന്റെ മുന്നിലാണ് തന്റെ ആരാധന. ഇത് തന്നെ 7-ാം അധ്യായത്തിലും കാണുന്നുണ്ട്. രക്ഷ എന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ 7:10 പറയാം, കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവൻ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. പാപമില്ലാത്ത സ്വർഗത്തില് ആ ക്രൂശിതനെ വീണ്ടും കണ്ടുകൊണ്ട് ആരാധിക്കുക, ആ കർത്താവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുക. അന്ന് പാപമില്ലാത്ത സ്വർഗത്തില് മുറിഞ്ഞ ആ മുറിവൊലിച്ച കുഞ്ഞാടിനെ കണ്ടുകൊണ്ട് അന്ന് ആരാധന ഉണ്ടെങ്കിൽ പാപമുള്ള സ്വർഗത്തില് നമുക്ക് എന്തോരം ആരാധന ഉണ്ട്. ക്രൂശിതനെ കാണാതെ നമുക്ക് എങ്ങനെ ആരാധിക്കാനായിട്ട് സാധിക്കും? അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാ പോയെന്ന് അറിയുമ്പോൾ തന്നെ പാപമായിട്ടുള്ള അസോസിയേഷൻ അവിടെ തീർക്കാനായിട്ട് തോന്നുന്നു. പരിശുദ്ധാത്മാവുള്ളവൻ അങ്ങനെയാണ്. അതാണ് ആരാധന ഉളവാക്കേണ്ടത്. ഒരു കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, നമുക്ക് അവനോട് ആരാധിക്കാം. അവനോട് നമുക്ക് ചോദിക്കാം, കർത്താവെ, നിന്റെ പ്രസൻസ് എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നീങ്ങാനായിട്ട് ഇടയാകരുതേ. നീ എന്റെ കൂടെ ഇരിക്കുമാറാകണമേ. എനിക്ക് ചുറ്റും പ്രശ്നങ്ങളും പ്രയോജനവും ഉള്ളപ്പോഴും ഞാൻ ആ ഡെഫനിങ് ആയിട്ടുള്ള ആ ക്രൗഡിൽ നിന്ന് മാറി ഞാൻ സൈലന്റ് ആയിട്ട് അങ്ങയുടെ പാദത്തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഹൃദയം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സ്വരം കേൾക്കുവാൻ, അങ്ങനെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് എന്റെ ആരാധന, അതാണ് എന്റെ ആഗ്രഹം. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത് അവിടെ സ്വർഗത്തെ സ്വർഗമാക്കുന്നത് കർത്താവ് അവിടെ വന്നുകൊണ്ടാണ്. സ്വർഗം സ്വർഗമായിരിക്കുന്നത് ആ കുഞ്ഞാട് അവിടെ ഇരിക്കുന്നുണ്ടാ, അല്ലെങ്കിൽ അതിന് ഒരു മഹത്വം ഇല്ല. അപ്പോ പറയാണ്, ഈ മൺകൂടാരത്തിലേക്ക് നമുക്ക് നമ്മുടെ ആ കർത്താവിനെ വിളിക്കാം. എന്റെ കൂടെ ഇരിക്കണം. നിന്റെ പ്രസൻസ് എന്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ ആരാധനയും എന്റെ പ്രാർത്ഥനയെല്ലാം നീ എന്റെ കൂടെ ഇരിക്കണമെന്നുള്ളത്. നീ ഇല്ലാതെ മാറുക എന്നുള്ളതല്ല. നീ പറയുന്നത് പോലെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വചനത്തെ പ്രകാരം ഞാൻ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ അതുപോലെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നു. അതിനായിട്ട് നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് 2 വരി പാടാം. നിന്തിരുമേനി അറുക്കപ്പെട്ടു നിൻരുതിരത്തിൻ വിലയായി വാങ്ങിയടാ. നിന്തിരുമേനി അറുക്കപ്പെട്ടു രുതിരത്തിൻ വിലയായി വാങ്ങിയടാ. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ കൊണ്ട് ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവ്വവും ചേർന്നുകൊണ്ട് Oh
Thank you.
കേൾപ്പിച്ച വചനങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഷൈബ് പ്രാർത്ഥിച്ചാട്ടെ. രക്ഷയുടെ സന്തോഷം അനുഭവിച്ച രക്ഷയുടെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് എന്റെ മഹത്വത്തിന് നന്ദിയുള്ളവരായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തവും ഞങ്ങൾക്ക് നേടിത്തന്ന ഈ രക്ഷയുടെ മഹത്വം ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വേണ്ടി സ്വർഗത്തിൽ വലതു ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാന് ഞങ്ങളെ ഒരു പ്രകാശത്തിലേക്ക് നയിക്കുവാനായിരിക്കുന്ന തമ്പുരാനിലേക്ക് ഈ ലോകത്തിലെ മോഹങ്ങളെ വിട്ട് കൂടുതൽ ചേരുവാനാണ് ശക്തിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധനയുടെ മഹത്വം ഞങ്ങളെ ചേർന്ന് ദൈവത്തോട് ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ പ്രകാശിപ്പിക്കുന്നവരെ ഞങ്ങൾ തന്നതിനായി മുന്നോട്ടുള്ള യാത്രയില് കർത്താവെ, മുന്നോട്ടുള്ള യാത്രയിൽ അത് ഞങ്ങൾക്ക് ആഹാരമായി അല്ലെങ്കിൽ ആത്മാവിന് ബലമായി തീരുവാൻ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ ദേവദാസനെ തിരുവചനം പ്രകാശിപ്പിക്കുവാനായി കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ശക്തമായ തിരുവചനങ്ങൾ പ്രഘോഷിക്കപ്പെടുവാന് ഇനി അനേകർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദാസനെ കൂടുതൽ കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊടുത്തിരിക്കുന്ന അഭിഷേകത്തിനായി സ്തോത്രം. കർത്താവെ, അനേകർക്ക് വേണ്ടി കർത്താവെ, ഈ ലോകത്തിലെ നശ്വരമായ ലോകത്തിലെ ചിന്തകളിൽ നിന്ന് ദൈവത്തിലേക്ക് ചിന്തയെ കർത്താവെ കൊണ്ടുവരുവാൻ തക്കവണ്ണം അനേകരെ നല്ല വഴിയെ സഞ്ചരിക്കാനുള്ള ആശയങ്ങളെ പങ്കുവെക്കുവാനായി എന്റെ ദാസനെ കൂടുതൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലഭിക്കപ്പെട്ട കൂടി നന്ദി പറയുന്നത് കേൾക്കുവാൻ ഞങ്ങളെ ബലത്തതിനായി സ്തോത്രപ്രദമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്നു. വചനം അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ കാര്യങ്ങളും കർത്താവ് അനുഗ്രഹത്തോടെ കൃപയോടെ ഞങ്ങൾക്ക് പകർന്നതിനായി സ്തോത്രം. പൂർണ്ണമായി സകലരെ ഏൽപ്പിക്കുന്ന പ്രാർത്ഥനകളായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിച്ച് വഴി കിടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കൂടെയുള്ള ഫലങ്ങളിലേക്ക് മടങ്ങുന്ന സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കരക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ. വന്നേവർക്ക് നന്ദി അറിയിക്കുന്നു. വരുന്ന ആഴ്ചയിൽ ബുധനാഴ്ചയും ഞായറാഴ്ചയും നമുക്ക് പ്രാർത്ഥനകളുണ്ട്. ഞായറാഴ്ച 3 മണി തൊട്ട് 4 മണി വരെ സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു. അതിനുശേഷം 4 മണി തൊട്ട് ഏതാണ്ട് ഒരു 6:15 വരെ ഇതുണ്ട്. ബുധനാഴ്ചയും നമുക്ക് സെൽ മീറ്റിംഗ് ഉണ്ട്. 7th സയൻസ് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. പുതുതായിട്ട് വന്നവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ട വചനങ്ങൾക്ക് അനുസരിച്ച്
വിശുദ്ധരായിട്ട് ജീവിക്കുന്ന വിശുദ്ധരായിട്ട് ജീവിച്ച് സന്തോഷത്തോടെ വീണ്ടും കാണുവാൻ എല്ലാവരും ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. ദൈവം എല്ലാവരെയും